ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡ്രഗ്സ് ഫോർ ഐ ഡിസോർഡേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഫോർത്ത് സെമസ്റ്റർ BSc നഴ്സിംഗ് ഫാർമക്കോളജി 2 യൂണിറ്റ് 1 വരുന്ന ടോപ്പിക്കാണ്. അതിൽ ആന്റിഹിസ്റ്റമിൻസ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ എഫക്ട് ചെയ്യുന്ന ഡ്രഗ്സിന്റെ കൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടോപ്പിക്കൽ അപ്ലിക്കേഷൻസ്. Drugs used as a topical application in eye like chloramphenicol, gentamicin, then ear like soda, glycerin and boric spirit eye drops, and drugs used in nose and buccal cavity like chlorhexidine. അപ്പോൾ ഒരു അത്രയും ഉള്ള ഒരു ടോപ്പിക്കാണ് ആന്റിഹിസ്റ്റമിൻസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ആദ്യം ഐസിലെ ഉള്ള ഐസിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സുകൾ ഏതാണ് എന്നുള്ളത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യും. അതിനുശേഷം നോസ് അതുപോലെ ബക്കൽ ക്യാവിറ്റിയിലോട്ടൊക്കെ പോകും. ഓക്കെ, സോ അതിനു മുന്നേ നമ്മൾ ഐസിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സുകൾ പറയുന്നതിന് മുന്നേ ആയിട്ട് എന്താണ് ഐ ഡിസോർഡേഴ്സ് എന്നുള്ളതാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും വേർഡിൽ തന്നെ അത് ക്ലിയർ ആണ്. ദീസ് ആർ ദ പ്രോബ്ലം അസോസിയേറ്റഡ് വിത്ത് ഐ ആൻഡ് വിച്ച് മേ ഒക്കർ ആസ് എ റിസൾട്ട് ഓഫ് ഇറ്റ് മേ ബി ഐദർ ബൈ ഇഞ്ചുറി. ചിലപ്പോൾ നമുക്ക് കണ്ണിൽ എന്തെങ്കിലും കൈ തട്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടി കയറിയിട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഇഞ്ചുറി വരുന്നത്. അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ലൈക്ക് ബാക്ടീരിയ, വൈറൽ ഓർ ഫംഗൽ ഇൻഫെക്ഷൻ or some specific disorders like glaucoma, that is the condition of increased intraocular tension. Intraocular tension കൂടുന്നത് കൊണ്ടുണ്ടാവുന്ന ഒരു പ്രോബ്ലം ആണ് ഗ്ലൂക്കോമ എന്ന് പറയുന്നത്. And also macular degeneration. So these are the different eye disorders. Okay. Now drugs used. അപ്പോൾ ഇങ്ങനെയുള്ള ടോപ്പിക്കൽ ആയിട്ട് ഐയിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ടോപ്പിക്കലാണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. We have many kinds of oral drugs which will act their effect or which will produce their effect through systemic action. ബ്ലഡിലോട്ട് അബ്സോർബ് ചെയ്തതിന് ശേഷം ഐയിൽ അതിന്റെ എഫക്റ്റ് കിട്ടുന്ന ചില ഓറലായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സുകൾ ഉണ്ട്. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ടോപ്പിക്കൽ ആയിട്ടുള്ള മെഡിക്കേഷൻസുകളാണ്. അതുകൊണ്ട് തന്നെ അതിന് ഒഫ്താൽമിക് ഡ്രഗ്സ് എന്നുള്ള ഒരു പേരും കൂടി പറയാറുണ്ട്. ഓക്കെ, now these are some drugs which are used for eye disorders or eye. Okay, so we have diagnostic stain, then we will use topical anesthetics, anti-infective agents, anti-inflammatory agents, then sometimes we will use decongestants, sometimes we will use eye lubricants, some immunosuppressant, and finally anti-glaucoma agents like prostaglandin analogs. So let's see one by one. So first one is the diagnostic stain. So as the word indicate, it is the stain used for diagnostic purpose. Like diagnostic stain എന്ന് പറഞ്ഞാൽ വേർഡ് തന്നെ ക്ലിയർ ആണ്. അപ്പൊ ഇത് സാധാരണഗതിയിൽ we will use to locate the lesion or foreign objects and also to evaluate the dry eye or eye changes from poorly fitting contact lenses. ഇങ്ങനെയുള്ള കേസിലൊക്കെ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിനെ കോൺട്രാസ്റ്റിൽ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെയിൻസിനെയാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് സ്റ്റെയിൻസ് എന്ന് പറയുന്നത്. ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റെയിൻസുകളാണ്. സോ ദേ വിൽ പ്രൊഡ്യൂസ് സം കളർ. Examples of this diagnostic stains are fluorescein, Lezamin green, rose bengal, Typen blue, indocyanine green, triamcinolone acetinide, brilliant blue or acid blue, bromophenol blue, patent blue, double whittle stain. ജസ്റ്റ് പേരുകളൊക്കെ ഒന്ന് പഠിച്ചു നോക്കുക, ഇങ്ങനെ എന്തിനാണ് സ്റ്റെയിൻസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. So while using the diagnostic stain, we will not use it alone. Usually we will combine with some local anesthetic. എന്തിനാണ് ഈ ലോക്കൽ അനസ്തെറ്റിക്സ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തറോ എക്സാമിനേഷന് വേണ്ടി ഡ്യൂറിങ് ദ ടൈം ഓഫ് യൂസിങ് ദിസ് ഡയഗ്നോസ്റ്റിക് ടൈം ഐ ഷുഡ് നോട്ട് ബ്ലിങ്ക്. കണ്ണിങ്ങനെ അടഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. നമ്മൾ തറോ എക്സാമിനേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ പെയിൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളെ കണ്ണിന്റെ റിഫ്ലെക്സിന്റെ ഭാഗമായിട്ട് നമുക്ക് കണ്ണ് ഓപ്പൺ ചെയ്ത് വെക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സമയത്ത് ആ പെയിനിനെ റിലീവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടും തറോ എക്സാമിനേഷന് വേണ്ടിയിട്ടും ഡയഗ്നോസ്റ്റിക് ഡൈസിന്റെ അല്ലെങ്കിൽ സ്റ്റെയിൻസിന്റെ കൂടെ നമ്മൾ യൂഷ്വലി ലോക്കൽ അനസ്തെറ്റിക്സുകൾ കമ്പൈൻ ചെയ്യാറുണ്ട്. ഓക്കെ, സോ വൈൽ യൂസിങ് ദ ഡയഗ്നോസ്റ്റിക് സ്റ്റെയിൻ നമ്മൾ പേഷ്യന്റിന് നിർബന്ധമായിട്ടും കൊടുക്കേണ്ട കുറച്ച് ഇൻഫർമേഷൻസുകൾ ഉണ്ട്. സോ ദീസ് ആർ ദ സ്റ്റെയിൻസ്, സോ ദാറ്റ് വിൽ പ്രൊഡ്യൂസ് സം കളർ.
So we have to advise the patient that this color may stain the nasal secretion. അപ്പോൾ നമ്മളുടെ കണ്ണിന്ന് ലാക്രിമൽ ഡക്റ്റ് വഴി കൺജസ്റ്റ് അല്ലെങ്കിൽ നമ്മളെ നാസൽ ക്യാവിറ്റിയിലോട്ട് ചില ഡക്സുകളൊക്കെ ഉണ്ട്. ഡക്സ് വഴി ഈ പറയുന്ന സ്റ്റെയിൻസുകൾ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതും ഈ സ്റ്റെയിൻസുകൾ നാസൽ സെക്രീഷന്റെ കളറോ മാറ്റാൻ പറ്റും എന്നുള്ളതും നമ്മൾ സ്വാഭാവികമായിട്ടും പേഷ്യന്റിനോട് പറയണം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പേഷ്യന്റ് പേടിച്ചു പോകും, മൂക്കുന്ന വേറെ എന്തൊക്കെ രീതിയിലുള്ള സെക്രീഷൻസുകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ. And also, if the patient is using contact lens, ഈ കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ that will discolorize the contact lens. So, it should be removed before the administration. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ടും കോണ്ടാക്ട് ലെൻസ് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ ഡയഗ്നോസ്റ്റിക് സ്റ്റെയിൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ഈ പ്രൊസീജിയർ തറോ എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം the stain should be flushed with normal saline. Normal saline യൂസ് ചെയ്തിട്ട് ആ സ്റ്റെയിൻ ഫ്ലഷ് ചെയ്യണം. ആൻഡ് ഇഫ് ദേ ആർ യൂസിങ് കോണ്ടാക്ട് ലെൻസ് ഇറ്റ് ഷുഡ് ബി റീപ്ലേസ്ഡ് ആഫ്റ്റർ 1 hour. ഇപ്പോൾ ഈ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ് 1 hour കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഡയഗ്നോസ്റ്റിക് സ്റ്റെയിൻസുകൾ അല്ലെങ്കിൽ കോണ്ടാക്ട് ലെൻസുകൾ ഫർദർ ആയിട്ട് പിന്നെ റീപ്ലേസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ, ഡയഗ്നോസ്റ്റിക് സ്റ്റെയിൻ. അപ്പോൾ ഡയഗ്നോസ്റ്റിക് സ്റ്റെയിൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക, അതിനുള്ള എക്സാമ്പിൾസുകളും പഠിച്ചു വെക്കുക. ഓക്കെ. സെക്കൻഡ് വൺ ഈസ് ടോപ്പിക്കൽ അനസ്തെറ്റിക്സ്. അപ്പോൾ അനസ്തെറ്റിക്സ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. രണ്ട് ടൈപ്പ് അനസ്തെറ്റിക്സുകളുണ്ട്, ലോക്കൽ അനസ്തെറ്റിക്കും അതുപോലെ ജനറൽ അനസ്തെറ്റിക്സും. ഇതിൽ ലോക്കൽ അനസ്തെറ്റിക്സ് എന്ന് പറയുന്നതിൽ വരുന്നതാണ് ടോപ്പിക്കൽ അനസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഐയിൽ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഐ എക്സാമിനേഷൻ ഒക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒഫ്താൽമിക് പ്രൊസീജിയേഴ്സുകൾ ചെയ്യാൻ വേണ്ടി, സർജറികൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു റിവേഴ്സിബിൾ ലോസ് ഓഫ് സെൻസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏജൻസിനെയാണ് നമ്മൾ ടോപ്പിക്കൽ അനസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. മെയിനായിട്ട് രണ്ട് എക്സാമ്പിൾസുകളാണ് ഐയിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സുകൾ എന്ന് പറയുന്നത്, propracaine hydrochloride and tetracaine hydrochloride. So these are the examples for topical anesthetic which is used in eye. But there are lots of local anesthetics. There are lots of topical anesthetic which will use in another area like lidocaine, lignocaine ഒക്കെ ഉണ്ട്. But here in eye we will use only propracaine as well as tetracaine. Okay. Both this medication is administered as drops. ഐ ഡ്രോപ്പ് ആയിട്ടാണ് സാധാരണഗതിയിൽ യൂസ് ചെയ്യാറ്. ഓക്കെ. ഇനി നമ്മളിങ്ങനെ അനസ്തേഷ്യ ചെയ്യുന്ന സമയത്ത് യൂഷ്വലി കോർണിയൽ അനസ്തേഷ്യ ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഐ ഡ്രോപ്സ് യൂസ് ചെയ്ത് 1 മിനിറ്റിനുള്ളിൽ നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യാം അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ പറ്റും അനസ്തെറ്റിക് എഫക്ട്. and it will last for another 15 minutes. So if we are using this topical anesthetic, it will lose the blink reflex. ഇപ്പൊ കണ്ണിങ്ങനെ താനെ അടയുന്ന ആ റിഫ്ലെക്സിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. സോ അതിനുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണിയൽ എപ്പിത്തീലിയം ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ടോപ്പിക്കൽ അനസ്തെറ്റിക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഡ്രൈ ആവുന്നതാണ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്കവാറും നമ്മൾ ആർട്ടിഫിഷ്യൽ ടിയേഴ്സുകളൊക്കെയാണ് അതിൻ്റെ കൂടെ യൂസ് ചെയ്യുക, ഡ്രൈ ആവുന്നതിന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇനി ഇങ്ങനെ ഡ്രൈ ആവുന്നത് തടയാൻ വേണ്ടിയിട്ട് യൂഷ്വലി സർജറിയുടെ സമയത്തൊക്കെയാണ് യൂസ് സം പാച്ചസ്. പാച്ച് നമ്മൾ വോൺ ചെയ്യാറുണ്ട്. അപ്പോൾ എഫക്റ്റ് ആ ഡ്രഗിന്റെ എഫക്റ്റ് പോകുന്നത് വരെ ആ പാച്ച് ബ്ലിങ്ക് ചെയ്യുന്ന ആ സംഗതിനെ അല്ലെങ്കിൽ അതിനെ അങ്ങനെ കീപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ബ്ലിങ്ക് റിഫ്ലെക്സ് റിട്ടേൺ ചെയ്യുന്നത് വരെയുള്ള ആ ഒരു ബുദ്ധിമുട്ട്, ഈ ഐ ഡ്രൈ ആവുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു ഡ്രഗിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വി ഹാവ് ടു അഡ്വൈസ് ദ പേഷ്യന്റ് ദാറ്റ് ഇറ്റ് ഷുഡ് നോട്ട് ബി സെൽഫ് അഡ്മിനിസ്ട്രേഡ് ആൻഡ് റിപ്പീറ്റഡ് ഡോസും ഒരു കാരണവശാലും യൂസ് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി ഡൺ അണ്ടർ ദ സ്ട്രിക്റ്റ് മെഡിക്കൽ സൂപ്പർവിഷൻ. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ് എന്നുള്ളത് കൊണ്ട് സാധാരണ OTC ആയിട്ട് കിട്ടില്ല, ഓവർ ദ കൗണ്ടർ ആയിട്ട് കിട്ടില്ല. നമ്മൾ പോയി ചോദിച്ചു കഴിഞ്ഞാലൊന്നും എടുത്തു തരുന്ന സാധനങ്ങളല്ല ടോപ്പിക്കൽ അനസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. എങ്കിലും ഇൻ കേസ് നമ്മൾ സെൽഫായിട്ട് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ പേഷ്യന്റിന് കൊടുക്കണം. ഓക്കെ. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് വൺ, ടോപ്പിക്കൽ anesthetics which is used in eye. Now coming to the third one, anti-infectives. So as the name indicates, these are the drugs which is used for eye infection which is caused by different bacteria, fungus or virus. So fungus, virus പോലെയുള്ള സാധനങ്ങൾ ഇൻഫെക്ഷൻസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. So these drugs will be used as an eye drops or eye ointment or eye cream. ഇങ്ങനെ 3 രീതിയിലാണ് സാധാരണഗതിയിൽ ഇത് യൂസ് ചെയ്യുക. ഡയറക്റ്റ് ആയിട്ട് ഐയിലാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. So example for antimicrobial agents which is used as an eye drops or eye ointments, chloramphenicol, ciprofloxacin like the Ciplox eye drops, levofloxacin again
ലിവോഫ്ലോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഐ ഡ്രോപ്സ് ഒക്കെ അവൈലബിൾ ആണ്. മോക്സിഫ്ലോക്സ് എന്ന് പറഞ്ഞിട്ട് മോക്സിഫ്ലോക്സസിന്റെ ഐ ഡ്രോപ്സുകൾ അവൈലബിൾ ആണ്. ദെൻ ഗാറ്റിഫ്ലോക്സസിൻ, ദെൻ എറിത്രോമൈസിൻ, ദെൻ ജെൻഡാമൈസിൻ സൾഫേറ്റ്, ജെൻഡാമൈസിൻ ഡ്രോപ്സുകളായിട്ട് അവൈലബിൾ ആണ്. ദെൻ സിൽവർ നൈട്രേറ്റ്, സൾഫാസെറ്റമൈഡ്, ടോബ്രാമൈസിൻ, ടോബ്ര ഡി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഐ ഡ്രോപ്സുകൾ അവൈലബിൾ ആണ്. ടെട്രാസൈക്ലിൻ, ട്രൈഫ്ലൂരിഡിൻ, then combination of polymyxin and trimethoprim, vasopressin, neomycin and polymyxin B. സോ ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ആന്റി ബാക്ടീരിയൽ ഏജന്റുകളുടെ ഐ ഡ്രോപ്സുകളും ഐ ഓയിൽമെന്റ്സുകളും അവൈലബിൾ ആണ്. ആന്റി ഫംഗൽ ഏജന്റ്സ് ലൈക്ക് നാറ്റാമൈസിൻ, antiviral eye drops like edoxuridine, trifluridine, and ganciclovir. Okay, these are some antiviral eye drops. Okay, so these are example for anti-infective agents. So this is mainly used to treat different ocular conditions. Okay, like conjunctivitis. Common ആയിട്ട് കാണുന്ന ഒരു eye disorder ആണ് conjunctivitis എന്ന് പറയുന്നത്. It is an inflammation of delicate membrane covering of eye and inner eyelid, and it is the most common condition requiring antibiotic therapy. Usually conjunctivitis ലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കാണാം അതിന്റെ കണ്ണിന്റെ ഉള്ളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ റെഡ് കളർ ആയിട്ടുണ്ടായിരിക്കും. അതിൽ ബാക്ടീരിയൽ ആണെന്നുണ്ടെങ്കിൽ ലോവർ ഇതുപോലെ പീള വരുന്ന രീതിയിലുള്ള ഒരു എഫക്റ്റ് ആണ് സാധാരണഗതിയിൽ കാണാം. ഓക്കെ, അലർജിക് കൺജക്റ്റിവൈറ്റിസ് ആണെന്നുണ്ടെങ്കിൽ ഐലിഡ് പുറത്തു വരുന്ന രീതിയിൽ ആ രീതിയിലുള്ള ഒരു രീതിയിലായിരിക്കും അതിന്റെ along with the redness of the eye. Okay, so that is the first type of infection, that is conjunctivitis. Now second one is ബ്ലിഫാരിറ്റിസ് എന്ന് പറയും, അല്ലെങ്കിൽ മാർജിനൽ ഐലിഡ്സിലൊക്കെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെയാണ് നമ്മൾ ബ്ലിഫാരിറ്റൈസ് എന്ന് പറയുന്നത്. ദെൻ ചലാസിയോൺ എന്ന് പറയും, അതാണ് മെബോമിയൻ ഗ്ലാൻസിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ചെറിയ രീതിയിലുള്ള ബൾജുകളായിട്ട് അല്ലെങ്കിൽ കുരുകളായിട്ടൊക്കെയാണ് ചലാസിയോൺ എന്ന് പറയുന്ന ആ ഇൻഫെക്ഷൻസുകൾ കാണാറുള്ളത്. ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ എൻഡോതാൽമൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ, അതിൽ വരുന്ന സമയത്ത് ഇന്നർ ഐസിലാണ് സാധാരണഗതിയിൽ ഇൻഫെക്ഷൻസുകൾ വരിക. അപ്പോൾ ഇന്നർ ഐസിൽ ആ കൃഷ്ണമണിന്റെ തൊട്ടടുത്തൊക്കെ ആയിട്ട് കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇൻഫെക്ഷൻസുകളായിട്ടാണ് ഉണ്ടാവുക. ദെൻ ഹോഡൂലിയം, ദിസ് ഇസ് എ ലോക്കൽ ഇൻഫെക്ഷൻ ഓഫ് ഐ ലാഷ് follicles and glands on the lid margin. അപ്പോൾ ഇതും ഇതുപോലുള്ള ചെറിയ ചെറിയ കുരുകളായിട്ടുള്ള രീതിയിലുള്ള ഇൻഫെക്ഷൻസുകൾ. സോ ഓൾ ദീസ് റിക്വയർഡ് യൂസിങ് ആന്റി ഇൻഫെക്റ്റീവ് ഏജൻസ് ലൈക്ക് ആന്റിബാക്ടീരിയൽ, ആന്റിവൈറൽ ആൻഡ് ആന്റിഫംഗൽ. ഡിപ്പെൻഡ്സ് ഓൺ ദ കോസ് ഓഫ് ഇൻഫെക്ഷൻ. ആരാണോ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള സ്പെസിഫിക് ഡ്രഗ്സുകളാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ അനദർ വൺ ഇൻഫെക്ഷ്യസ് കെരാറ്റൈറ്റിസ്, ദെൻ ഇൻഫെക്ഷ്യസ് യുവൈറ്റിസ്, വാസ്കുലാർ ലെയേഴ്സ് ഓഫ് ഐ. അപ്പോൾ ബ്ലഡ് വെസൽസിനെ മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഇൻഫെക്ഷ്യസ് യുവൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസുകൾ, ഐയിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസുകൾ ഡ്യൂ ടു ബാക്ടീരിയൽ, വൈറൽ ആസ് വെൽ ആസ് ഫംഗൽ ഇൻഫെക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്. അപ്പോൾ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സുകളും ആസച്ച് ഐ ഡ്രോപ്സുകളായിട്ടും ഐ ഓയിൽമെന്റ്സുകളായിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട് to treat different inflammatory conditions of the eye. അപ്പോൾ ഐയിലുണ്ടാകുന്ന different inflammatory conditions. We will use mainly two type of drugs, that is NSAIDs, non-steroidal anti-inflammatory drugs, as well as corticosteroids. So these are the two type of anti-inflammatory drugs. അപ്പോൾ സാധാരണഗതിയിൽ ആന്റി ഇൻഫ്ലമേറ്ററി മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഒരു പ്രോബ്ലത്തിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് യൂഷ്വലി ദിസ് ഇൻഫ്ലമേഷൻ വിൽ ബി സെക്കൻഡറി ടു സം ബാക്ടീരിയൽ ഓർ ഫംഗൽ ഇൻഫെക്ഷൻ. അപ്പോൾ ഒരു ബാക്ടീരിയൽ കൺജക്റ്റിവൈറ്റിസ് വന്നതിന് ശേഷമായിരിക്കും കണ്ണിൽ ഇൻഫ്ലമേഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇൻഫ്ലമേഷൻ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം ആണ് ഈ സ്വെല്ലിങ് വരും, അതിന്റെ കൂടെ ഡിക്രീസ്ഡ് ടിയർ സെക്രീഷൻ, ലാക്രിമൽ സെക്രീഷൻ കുറയുക, അപ്പോൾ ഡ്രൈനസ് ഓഫ് ദി ഐ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലത്തിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണോ കോസ്, പ്രൈമറി കോസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ we will use antibiotic or antifungal agents, depends on the cause of that infection, along with the anti-inflammatory drugs like NSAIDs as well as corticosteroids. Okay, അപ്പോൾ ഇതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറൽ ഇൻഫെക്ഷൻസിനാണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ആന്റി ഇൻഫ്ലമേറ്ററി, വൈറസ് കൊണ്ടുണ്ടായിട്ടുള്ള ഐ ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സുകൾ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ,
ആൻറ്റി ഇൻഫ്ലമേറ്ററി യൂസുകൾ, അതിന് നമ്മൾ ആൻറ്റിവൈറൽ ഡ്രഗ്സുകൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. വി ഷുഡ് നോട്ട് ഇൻക്ലൂഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് അലോങ് വിത്ത് ആൻറ്റിവൈറൽ ഡ്രഗ്സ്. ഓക്കെ, വൈറൽ ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒരു കാരണവശാലും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സുകൾ യൂസ് ചെയ്യാറില്ല. Now, these are some examples of anti-inflammatory drugs like non-steroidal anti-inflammatory drugs like diclofenac sodium, flubiprofen sodium, ketorolac-tromethamine, and suprofen. These are examples of NSAIDs which is used in eye. Okay, topical ആയിട്ട് NSAIDs ആയിട്ട് യൂസ് ചെയ്യുന്ന ഏജൻസുകളാണ്. Second one is corticosteroids like dexamethasone, metrisone, prednisolone acetate, prednisolone sodium acetate. These are used for the treatment of inflammations. Then ophthalmic antihistamines like emdastin and epinastins. These are antihistamines. അപ്പോൾ antihistamines എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഒഫ്താൽമിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ആന്റിഹിസ്റ്റമിൻസിനുള്ള എക്സാമ്പിൾസുകളാണ്. അനദർ ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റ് ഈസ് മാസ്റ്റ് സെൽ സ്റ്റെബിലൈസേഴ്സ്. അപ്പോൾ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനുള്ള അടുത്ത ഹിസ്റ്റമിൻ റിലീസ് ഉണ്ടാക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു സെല്ലാണ് മാസ്റ്റ് സെൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ക്രോമോലിൻ, നെഡോക്രോമിൽ, ഒഫ്താൽമിക് പ്രിപ്പറേഷൻസുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് സം ഡ്രഗ്സ് ഹാവ് സം antihistamine with mast cell stabilizing property like acylastine, epinastine, ketotifen, olopatadine ഇങ്ങനെയുള്ള ഡ്രഗ്സുകളൊക്കെയാണ് ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സുകളായിട്ട് യൂസ് ചെയ്യുന്ന യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഒഫ്താൽമിക് ഡീകൺജസ്റ്റൻസുകളാണ്. ഒഫ്താൽമിക് ഡീകൺജസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ വാസോ കൺസ്ട്രക്ടേഴ്സ്. വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുന്ന ഏജൻസിനെയാണ് ഒഫ്താൽമിക് ഡീകൺജസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് സാധാരണഗതിയിൽ ആക്ട് ചെയ്യുക ബ്ലഡ് വെസൽസിനെ നാരോ ചെയ്തിട്ടാണ്. ഓക്കെ, ഈ ബ്ലഡ് വെസൽസിനെ നാരോ ചെയ്യുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റ് സാധാരണ കിട്ടേണ്ടത് വാസ്കുലാർ കൺജക്ഷൻ ഉണ്ടാകുന്ന, കൺജക്ടിവൈറ്റിസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത്, ഇൻഫ്ലമേഷൻസുകളൊക്കെ ഉണ്ടാകുന്ന സമയത്താണ്. ഇതിനെ വാസോ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏജൻസിനെയാണ് നമ്മൾ ഒഫ്താൽമിക് ഡീകൺജസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ വി വിൽ യൂസ് ഡിഫറെന്റ് അഡ്രിനർജിക് ഡ്രഗ്സ്, ബീറ്റ അഡ്രിനർജിക് അല്ലെങ്കിൽ ആൽഫ അഡ്രിനർജിക് റിസപ്റ്റേഴ്സിലൊക്കെ ആക്ട് ചെയ്യുന്ന ഫിനൈലെഫ്രിൻ, നാഫസോളിൻ, ടെട്രാഹൈഡ്രോസോളിൻ, ഓക്സിമെറ്റസോളിൻ, ഇത് തന്നെയാണ് നോസിൽ നമ്മൾ നാസൽ ഡീകൺജസ്റ്റന്റും കൂടി ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആൾസോ ആസ് ആൻ ഒഫ്താൽമിക് ഡീകൺജസ്റ്റൻസ്. ഓക്കെ, പക്ഷെ ഇതിനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒഫ്താൽമിക് ഡീകൺജസ്റ്റൻസ് ആർ അഡ്രിനർജിക് ഡ്രഗ്സ്. So if we are using in higher dose and if it is absorbed in significant amount to the systemic circulation, ഇത് നമ്മൾ ENT-ൽ യൂസ് ചെയ്യുന്നതാണ്. So there is a chance to get a significant amount of absorption into the nervous system. Nervous system ഇത് ആക്ട് ചെയ്താൽ, എസ്പെഷ്യലി സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ, സിൻസ് ദിസ് ഈസ് ആൻ adrenergic drugs, it will produce adrenergic effects like hypertension. Hypertension പോലെയുള്ള സൈഡ് എഫക്ട്സുകൾ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉള്ള ഒരു ഡ്രഗാണ് ഈ ഒരു ഒഫ്താൽമിക് ഡീകൺജസ്റ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഐ ലൂബ്രിക്കൻ. അടുത്ത ഒരു ടൈപ്പ് ഓഫ് ഡ്രഗ് ആണ്, ഐയിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് ഐ ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്. സോ as the name indicates, it is used to lubricate. Especially this is used to replace the tear. ഇപ്പോൾ നോർമൽ ആയിട്ട് നമ്മളെ കണ്ണിൽ ഉണ്ടാവുന്ന ലാക്രിമൽ സെക്രീഷൻസ് കുറയുന്ന സമയത്ത് അതിൻ്റെ ഡിസ്കംഫേർട്സുകൾ ഉണ്ടാവും. എപ്പോഴും കണ്ണൊട്ടി പിടിക്കുന്ന പോലെയുള്ള ഫീലിംഗ് ഉണ്ടാവും, അത് ചൊറിച്ചിൽ പോലെയുള്ള ഫീലിങ്സ് ഉണ്ടാവും. അപ്പോൾ ഇതൊരു ഇമ്മ്യൂൺ സിസ്റ്റമാണ് അല്ലെങ്കിൽ ഒരു ഡിഫെൻസീവ് മെക്കാനിസം ആണ് ലാക്രിമൽ സെക്രീഷൻ എന്ന് പറഞ്ഞാൽ. നമ്മളെ കണ്ണിലോട്ട് എന്തെങ്കിലും വരുന്ന സമയത്ത് ലൈസോസോം എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ എപ്പോഴും ലാക്രിമൽ സെക്രീഷൻസ് സെക്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് കണ്ണിലോട്ട് വരുന്ന ഫോറിൻ ബോഡീസിനൊക്കെ അത് വാഷ് ഔട്ട് ഇത് കളയുന്നുണ്ട്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഡിസ്കംഫേർട്ട് ഉണ്ടാവും. അപ്പോൾ അതിനെ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ ഐ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാറുള്ളത്. ഇൻഫ്ലമേഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നോർമലായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ആൻഡ് ആൾസോ ദിസ് ഈസ് യൂസ്ഡ് ടു മോയ്സ്ചർ ദ കോണ്ടാക്ട് ലെൻസ്. കോണ്ടാക്ട് ലെൻസിനെ മോയ്സ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടും ആർട്ടിഫിഷ്യൽ ലെൻസിനൊക്കെ മോയ്സ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഐ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ആൾസോ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ അനസ്തേഷ്യയൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഐ ഡിസോർഡേഴ്സിൽ ലൂബ്രിക്കൻ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഇത് കണ്ണിൽ ഏതെങ്കിലും രീതിയിലുള്ള സെക്രേഷൻ, ലാക്രിമൽ സെക്രേഷൻ കുറവുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും, കണ്ണ് തുറക്കാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ഓവർ ദ കൗണ്ടർ മെഡിസിൻ ആയിട്ട് കിട്ടുന്നതാണ്, പ്രിസ്ക്രിപ്ഷൻ ഒന്നും ആവശ്യമില്ലാതെ തന്നെ കിട്ടുന്ന ഒരു ഡ്രഗാണ്
eye lubricants എന്ന് പറയുന്നത് which is available in two form, liquid as well as ointment form. Okay. Now examples for eye lubricants. നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് eye lubricants നുള്ള എക്സാമ്പിൾ ആണ് ഹൈഡ്രോക്സി പ്രൊപ്പൈൽ മീഥൈൽ സെല്ലുലോസ് എന്ന് പറയുന്നത്. അതൊരു പോളിമർ ആണ് വിത്ത് മോർ കൺസിസ്റ്റൻസി, സെമി സോളിഡ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ഉള്ള ഒരു സെല്ലുലോസിന്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള പോളിമർ ആണ് ഹൈഡ്രോക്സി പ്രൊപ്പൈൽ മീഥൈൽ സെല്ലുലോസ് എന്ന് പറയുന്നത്. അനദർ വൺ ഈസ് കാർബോക്സി മീഥൈൽ സെല്ലുലോസ് and another one is hypermellose, and we can also use polyethylene glycol as well as propylene glycol, and sodium hyaluronate and sodium carboxy methyl cellulose as well as oxychloro complexes. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഐ ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ടിയറിന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലൂബ്രിക്കൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ലാക്രിമൽ സെക്രീഷൻ ആണ്. അതിൽ കുറവുണ്ടാകുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ഐ ലൂബ്രിക്കൻസ് യൂസ് ചെയ്യേണ്ടി വരും. യൂഷ്വലി ഇത് സേഫ് ആണ്, ബട്ട് സം കേസസ് സം പൊട്ടൻഷ്യൽ അലർജി ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പ്രിസർവേറ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ലൂബ്രിക്കൻസുകളാണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ അലർജിക് റിയാക്ഷൻസുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ് ഓഫ് ഡ്രഗ്സ് യൂസ്ഡ് ഇൻ ഐ, ടോപ്പിക്കലായിട്ട് യൂസ് ചെയ്യുന്ന അടുത്ത ക്ലാസ് ആണ് ഒഫ്താൽമിക് ഇമ്മ്യൂണോ സപ്രസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്മ്യൂണോ സപ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂൺ റിയാക്ഷനെ സപ്രസ് ചെയ്യുന്ന ഏജൻസുകളാണ്. അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ റിയാക്ഷൻസ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് യൂഷ്വലി നമ്മൾ ഇങ്ങനെയുള്ള ഇമ്മ്യൂണോ സപ്രസൻസുകൾ യൂസ് ചെയ്യുക. ദർ ആർ ടു ടൈപ്പ് ഓഫ് ഒഫ്താൽമിക് ഇമ്മ്യൂണോ സപ്രസൻ. ഫസ്റ്റ് വൺ ഈസ് സൈക്ലോസ്പോറിൻ, ഒരു കാൽസിനൂരിൻ ഇമ്മ്യൂണോ സപ്രസൻസുകളാണ്. ഇറ്റ് വിൽ സപ്രസ് ദ ഇമ്മ്യൂൺ റെസ്പോൺസ്. യൂഷ്വലി this immune response will leads to inflammation. Inflammation ലീഡ് ചെയ്യുന്ന സമയത്താണ് ടിയർ പ്രൊഡക്ഷൻ ഒക്കെ കുറയുന്നത്. അപ്പോൾ ഈ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസിനെ സപ്രസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ടിയർ പ്രൊഡക്ഷൻ ഉണ്ടാക്കും. സോ ഇറ്റ് വിൽ റിലീവ് ദ ഡ്രൈനസ്, ഡ്രൈ ഐനെ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒഫ്താൽമിക് ഇമ്മ്യൂണോ സപ്രസൻസുകൾ യൂസ് ചെയ്യാറുണ്ട്. യൂഷ്വലി ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് those patients who have decreased tear production due to the inflammation. ഇൻഫ്ലമേഷൻ ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ടിയർ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ടുള്ള പേഷ്യൻസിലാണ് സൈക്ലോസ്പോറിൻ പോലെയുള്ള ഒഫ്താൽമിക് ഇമ്മ്യൂണോ സപ്രസൻസുകളായിട്ടുള്ള ഡ്രഗ്സുകൾ യൂസ് ചെയ്യാറുള്ളത്. Now another type of ophthalmic immunosuppressant is ophthalmic corticosteroids. ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പ്രെഡ്നിസലോൺ, ഡെക്സാമെത്തസോൺ, അതുപോലെ തന്നെ ഫ്ലൂറോമെത്തലോൺ എന്ന് പറയുന്ന ഡ്രഗ്സുകളൊക്കെയാണ് യൂസ് ചെയ്തത്. നിങ്ങളൊക്കെ സിപ്ലോക്സ് ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐ ഡ്രോപ്സ് കേട്ടിട്ടുണ്ടാവും. അതിൽ സിപ്രോഫ്ലോക്സസിനും ഡെക്സാമെത്തസോണും ഉള്ളതാണ്. ഇപ്പോൾ ഈ ഇൻഫ്ലമേഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു, അത് ഉണ്ടാക്കുന്ന ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിനെ സപ്രസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡെക്സാമെത്തസോൺ പോലെയുള്ള കോർട്ടിക്കോസ്റ്റെറോയിഡൽ ആയിട്ടുള്ള ഒഫ്താൽമിക് ഇമ്മ്യൂണോ സപ്രസൻസുകൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒഫ്താൽമിക് സപ്രഷൻസ് എന്ന് പറയുന്നത്, ഒഫ്താൽമിക് ഇമ്മ്യൂണോ സപ്രസന്റ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ആന്റി ഗ്ലൂക്കോമ ഏജൻസ്. ഇപ്പൊ ഗ്ലൂക്കോമ എന്ന് പറയുന്നത് IOT, ഇൻട്രാ ഒക്കുലാർ ടെൻഷൻ കൂട്ടുന്ന ഒരു ഡ്രഗാണ്. അപ്പൊ അതിനെ കുറക്കാനുള്ള എഫക്റ്റ് ഉള്ള ഡ്രഗ്സുകളാണ് സാധാരണഗതിയിൽ ആന്റി ഗ്ലൂക്കോമ ഡ്രഗ്സുകളായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. So these are the drugs used for the treatment of open angle glaucoma. We have first line drugs as well as second line drugs. So first line drugs include beta blockers like non-selective beta blockers like timolol, cartellilol, then levobunolol, then beta 1 selective blockers like betaxolol, then alpha adrenergic agonists like aproclonidone and brimonidine, then prostaglandin analogs like bimatoprost as well as lantanoprost and uniprostone. Then second line drugs like cholinergic agonists like directly acting pilocarpine, acetylcholine esterase inhibitors like ecothiopate, and carbonic anhydrase inhibitors like brinzolamide and dorzolamide, and non-selective adrenergic agonists like epinephrine. So these are the different drugs which is used to decrease the intraocular tension. ഇത് ഇൻട്രാ ഒക്കുലാർ ടെൻഷൻ കുറക്കാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെക്കാനിസം ഓഫ് ആക്ഷൻസുകൾ ഉണ്ട്. അതിലൊരു
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ലൈൻ ഡ്രഗ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്സ് എന്ന് പറയുന്നത്. ഓപ്പൺ ആംഗിൾ ഗ്ലൂക്കോമ ആസ് വെൽ ആസ് നാരോ ആംഗിൾ ഗ്ലൂക്കോമയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇത് ഇൻട്രാ ഒക്കുലാർ ടെൻഷൻ കുറക്കുന്നത് രണ്ട് മെത്തേഡിലാണ്. ഓക്കെ, ബൈ ഇംപ്രൂവിങ് ട്രബിക്കുലാർ ഔട്ട്ഫ്ലോ കൂട്ടിയിട്ട് ലാക്രിമൽ സെക്രേഷൻ അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഹ്യൂമേഴ്സിന്റെ പ്രൊഡക്ഷൻ കുറച്ചിട്ട്, അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ അല്ല, അതിന്റെ ഡ്രൈനേജ് കൂട്ടിയിട്ട്, ആൻഡ് ആൾസോ ബൈ ഇൻക്രീസിങ് യുവോസ്ക്ലീറൽ പാത്വേ. ഓക്കെ, അക്വസ് ഹ്യൂമറിന്റെ ഔട്ട്ഫ്ലോ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്വേ ആണ് ഈ രണ്ട് സംഗതികളും. അപ്പൊ അക്വസ് ഹ്യൂമറിന്റെ പ്രൊഡക്ഷൻ കൂടുന്നതാണ് ഒരു കാരണം, എന്ത് ഇൻട്രാ ഒക്കുലാർ ടെൻഷൻ കൂടുന്നതിന് വേണ്ടിയിട്ടുള്ള. അപ്പൊ അത് കുറക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഡ്രൈനേജ് കൂട്ടാനുള്ള ഡ്രഗ്സുകൾ യൂസ് ചെയ്യുക. അതാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്സുകൾ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് 3 ടൈപ്പ് പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്സുകൾ പറയുന്നത്: ലാൻഡാനോപ്രോസ്, ബിമറ്റോപ്രോസ്റ്റ് ആൻഡ് ബ്രാവോപ്രോസ്റ്റ്. ഓക്കെ, എല്ലാം ചെയ്യുന്നത് IOP കുറക്കുക, ഇൻട്രാ ഒക്കുലാർ പ്രഷർ അല്ലെങ്കിൽ ഇൻട്രാ ഒക്കുലാർ ടെൻഷൻ കുറക്കുക എന്നുള്ളതാണ്. 3 രീതിയിൽ ഉള്ള ഡ്രഗ്സുകളും ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഡ്രഗ്സ് യൂസ്ഡ് ഇൻ ഐ. ടോപ്പിക്കൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ്സിനെ ഒന്ന് എൻലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വണ്ണാണ് ലോക്കൽ അനസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. അതിൽ പ്രൊപ്പോക്കെയിനും ടെട്രാക്കെയിനും ആണ് മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾസുകൾ. ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയർ, മൈനർ സർജറിയൽ പർപ്പസ്, ഇങ്ങനെയുള്ള കേസിലൊക്കെയാണ് യൂഷ്വലി നമ്മൾ ഈ ഒരു ഡ്രഗ് യൂസ് ചെയ്യുന്നത്. ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന കുറച്ച് ഡ്രഗ്സുകൾ, സിമ്പതോ മിമറ്റിക് ഏജൻസ്, ഫിനൈലെഫ്രിൻ. യൂഷ്വലി ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡീകൺജസ്റ്റന്റുകളായിട്ടാണ്. അതുപോലെ പാരാസിമ്പതോലൈറ്റിക് ഏജൻസുകൾ, മിഡ്രിയാസിസുകളായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ യൂസ് ചെയ്യുന്ന ബാക്കിയുള്ള ഡ്രഗ്സുകൾ മിഡ്രിയാസിസുകളും മയോട്ടിക്സുകളുമാണ്. പ്യൂപ്പിൾ ഡയലേഷൻ ഉണ്ടാക്കാനുള്ള ഏജൻസുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഡയറക്ട്ലി ആക്ടിങ് പാരാസിമ്പതോമിമറ്റിക് ഡ്രഗ്സ് ലൈക്ക് പൈലോകാർപ്പിൻ യൂസ് ചെയ്യാറുണ്ട് to diagnose the parasympathetic lesion and also to decrease the IOP. ഇങ്ങനെയുള്ള കേസിലൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതാണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൽ അഫക്ട് ചെയ്യുന്ന ഡ്രഗ്സുകൾ. ഇനി ആന്റി ഗ്ലൂക്കോമ ഡ്രഗ്സുകൾ ഓൾറെഡി നമ്മൾ ക്ലാസിഫൈ ചെയ്തു. പ്രോസ്റ്റാഗ്ലാൻഡിൻ അനലോഗ്സുകൾ, ബീറ്റ ബ്ലോക്കേഴ്സുകൾ, അതുപോലെ ആൽഫ അഡ്രിനർജിക് അഗണിസ്റ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇതെല്ലാം ഇൻട്രാ ഒക്കുലർ ടെൻഷൻ കുറക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ. ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സുകൾ, കോർട്ടിക്കോസ്റ്റിറോയിഡ്സുകളായിട്ടുള്ള ഡ്രഗ്സുകളാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സുകൾ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഇമ്മ്യൂണോ സപ്രസന്റ് ആയിട്ട് കാൽസിനൂരിൻ അല്ലെങ്കിൽ സൈക്ലോസ്പോറിൻ, കാൽസിനൂരിൻ ഇൻഹിബിറ്റേഴ്സുകളായിട്ടുള്ള സൈക്ലോസ്പോറിൻ, ടാക്രോലിമസ് പോലെയുള്ള ഡ്രഗ്സുകൾ യൂസ് ചെയ്യാറുണ്ട്. So these are the different drugs used as an topical ophthalmic drugs. Now these are common side effects of ophthalmic drugs. Stingent on burning to the eye. Usually ഒരു ഐ ഡ്രോപ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 1 to 2 minutes വരെ ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവും. അതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ pH ആണ്. നമ്മൾ ഐയിലുള്ള pHനെക്കാളും pH ചേഞ്ച് ഉള്ള ഒരു സാധനം നമ്മളെ കണ്ണിലോട്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഐസോട്ടോണിസിറ്റി, ഈ രണ്ട് ഫാക്ടേഴ്സുകളാണ് ഈ സ്റ്റിഞ്ചിങ് ആൻഡ് ബേണിംഗ് സെൻസേഷൻ ഉണ്ടാക്കാൻ കാരണം. ഇത് കുറച്ചു നേരത്തേക്ക് കൂടുതൽ ലാക്രിമൽ സെക്രീഷൻ ഒക്കെ ഉണ്ടാക്കി അത് ഡയലൂട്ട് ചെയ്തിട്ട് നമുക്കൊരു ബ്ലഡ് വിഷൻ ഒക്കെ ഉണ്ടാക്കും. അപ്പൊ അതാണ് ആദ്യത്തെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് സീരിയസ് അലർജിക് റിയാക്ഷൻസ്. ഇങ്ങനെയുള്ള കണ്ടീഷൻസുകൾ റെയർ ആണ്, പക്ഷെ ഇൻ കേസ് ഇഡിയോസിൻക്രസിക് ആയിട്ട് പേഷ്യന്റ് റിലേറ്റഡ് ആയിട്ട് ചില സമയത്ത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അലർജിക് റിയാക്ഷൻ, റാഷസ്, ഈച്ചസ്, സ്വെല്ലിങ്, ഇങ്ങനെയുള്ള സിവിയർ ആയിട്ടുള്ള സൈഡ് എഫക്ട്സിനൊക്കെ ചാൻസ് ഉണ്ട്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ ഡ്രഗ് വിഡ്രോ ചെയ്യുക, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ള ഒരു സംഗതിയാണ് നമുക്ക് പേഷ്യന്റിനോട് പറയാനുള്ളത്. ഓക്കെ, ഫൈനലി ദ നഴ്സസ് റോൾസ് ഇൻ ടോപ്പിക്കൽ ഒഫ്താൽമിക് ഡ്രഗ് യൂസ് ചെയ്യുന്ന സമയത്തുള്ള നഴ്സസ് റോൾസുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. സോ യു ഹാവ് ടു ഇവാലുവേറ്റ് the diagnostic, evaluate the we have to teach about the evaluating, diagnostic, treating and discharging patient. അങ്ങനെയുള്ള കാര്യത്തിനെ കുറിച്ച് പേഷ്യന്റിനോട് പറഞ്ഞു കൊടുക്കണം. Monitoring the disease and assist the early treatment of chronic ocular conditions like glaucoma, dry eye, ഇങ്ങനെയുള്ള കേസിലൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക, ഇഞ്ചുറിയുടെ കേസിൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്നുള്ളത്. പ്രിലിമിനറി ഫിസിക്കൽ എക്സാമിനേഷൻ ഇഫ് റിക്വയർഡ്. എന്തുകൊണ്ടാണ് സാധാരണഗതിയിൽ ഇൻഫ്ലമേഷൻസുകളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ WBC കൗണ്ട് ഒക്കെ നോക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഇൻഫ്ലമേഷൻ വന്നിട്ടുള്ളത്. അപ്പൊ അതുപോലെയുള്ള ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ആവശ്യമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം.
മെഡിക്കൽ ഹിസ്റ്ററി കളക്ട് ചെയ്യുക, ഒക്കുലാർ കണ്ടീഷൻസിനെ കുറിച്ച് പേഷ്യൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ഫാമിലി മെമ്പേഴ്സിനെയും അതുപോലെ തന്നെ എങ്ങനെയാണ് ഒഫ്താൽമിക് ഡ്രഗ്സുകൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതും എങ്ങനെയാണ് ഐ ഓയിൽമെൻറ്റ്സുകൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ദെൻ അവരുടെ കൺസേൺ എന്താണ്, അവരുടെ ഒരാൾക്ക് ഇപ്പോൾ ഒരു ഡ്രോപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്താണ് പറയാനുള്ളതും കാര്യങ്ങളൊക്കെ കേൾക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് നഴ്സസ് റോൾസ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഡ്രഗ്സ് യൂസ്ഡ് ഇൻ ഐ ഡിസോർഡേഴ്സിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്ക് ഇത്രയും ഡ്രഗ്സുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഡയഗ്നോസ്റ്റിക് ടൈപ്പ്, topical anesthetics, anti-infective agents, anti-inflammatory agents, decongestants, eye lubricants, immunosuppressant and drugs used in glaucoma. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോകാനുള്ളത്. അപ്പോൾ ഇതൊക്കെ ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ളത് എനിക്കും പറയാൻ പറ്റില്ല. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ പേരെടുത്ത് ലിസ്റ്റ് ചെയ്യാൻ പറയാം, പേരുകൾ എഴുതാൻ മാത്രമായിട്ട് പറയാം. ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ.